പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാൻ ലാസ്റ്റ് ചന്ദ്രബോസേ മറ്റേ ലോലനല്ലേ അവളെ ആ ബഡേ സാറെ പ്രൊപ്പോസ് ചെയ്യാൻ പോന്നു. ഗേൾസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ആർട്ടാ. നിനക്കതൊക്കെ പറ്റുമോ? പറ്റുകയും ചെയ്യും വീഴ്ത്തുകയും ചെയ്യും. നീ പ്രിപ്പയർഡ് ആണോ? എന്തോന്ന് കൂ എന്താ നിന്റെ പ്ലാൻ? അത് കണ്ടാ മതി. ഇവനിത് കൊളാക്കും. അവൾ കൊടുക്കത്ത ഗട്സാ. എന്തായാലും വന്നാ ഇവന്മാരെല്ലാം കാണും. ആഹാ ഇത് 3-ാം നമ്പർ എത്തി. ഡാ ചെല്ലി പുറയിലാ തെണ്ടികള് നോക്കിയിരിക്കുന്നുണ്ട്. നാണം കെടുത്തല്ലേ? ഒരുത്തനും പണി കൊടുത്തപ്പോ സന്തോഷായില്ലടാ. എന്റെ പൊന്ന് സാറേ, അവന്റെ ഒരു സാറാ. സാറാ പഞ്ചാര വരണോ? I'm fed up with that guy. സാറാ കൊളാക്കും ഉറപ്പാ. ചിലിയൻ പെസോ. സാറേ കോയിൻ കളക്ഷൻ ഉള്ളതല്ലേ? താങ്ക്സ്. അശ്വിൻ, എനിക്ക് കോയിൻ കളക്ഷൻ മാത്രമല്ല സ്റ്റാമ്പ് കളക്ഷനും ഉണ്ട്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് പ്രേമിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിവരം അറിയും. ഇതവന്റെ സ്ഥിരം നമ്പറാ. എല്ലാ മരഭൂതങ്ങളും ഉണ്ടല്ലോ. സുന്ദരനായിട്ടുണ്ടല്ലോ. ഇന്ന് കുളിച്ചല്ലേ? ഈ ഭൂമി ഒടുക്കി. കലക്കി വീണു. നീ പറയണ കേക്ക്. അടങ്ങട അടങ്ങ്. So, when the hammer strikes the gong of the bell, it creates a buzzing sound. Okay? Yes, ma'am. Okay. Now tell me, what is an electric bell? You. Huh? Yes, you. Stand up. Tell me, what is an electric bell? Tell me. Thank you, miss. Oh, ഭാഗ്യം. നീ കഥ പറയുന്നില്ലേ? ഇത് കഥയൊന്നുമല്ല, ശരിക്കും നടന്ന കാര്യങ്ങളാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ പറ. അന്ന് മുംബൈയുടെ പേര് ബോംബെ. നിന്റെ ഡാഡി പറയുന്നല്ലോ, പറ. പെയ്യുന്ന മഴയ്ക്കും തഴുകുന്ന കാറ്റിനും രക്തത്തിൻ്റെ മണമുള്ള ബോംബെ. അന്ന് മുംബൈയുടെ പേര് ബോംബെ. ഗണ്ണുകൾ കഥ പറയുന്നു. ഗലികളിൽ ചോരയൂറുന്ന സമയം. അതോ ലോകത്ത് കരീംലാലും ഛോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമും വാഴുന്ന നേരം. അവിടെ എൻ്റെ പപ്പ ഡേവിഡ് നയനാർ, മൈ ഡാഡ്. പപ്പയുടെ കമ്പനിക്ക് അന്തേരിയിൽ ഒരു ഫ്ലാറ്റ് പ്രൊജക്റ്റ് ചെയ്യണം. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. ദി പേപ്പേഴ്സ്, ദി അതോറിറ്റീസ്. ബട്ട് നേരത്തെ പറഞ്ഞ അധോലോക രാജാക്കന്മാരുടെ ആളുകൾ, എക്സെപ്റ്റ് ദം, പോലീസും കളക്ടറും ക്ലിയർ ഓഫ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടും അവർ സമ്മതിക്കുന്നില്ല. ദേ വെർ പ്രിപ്പയർഡ്, ദേ വെർ സ്ട്രോങ്, ആൻഡ് മോർ ഓവർ ദേ വെർ ഇൻ ഗുഡ് നമ്പേഴ്സ്. എന്നിട്ട് A black beast drifted over there. That's my dad, David. ജോൺ ലോബ് ഷൂ കാണിക്കുന്നു. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു. മൈ ഡാഡ് ഗീവ് ദം an offer, life or land. പപ്പ തൻ്റെ ഗണ്ണെടുത്ത് പടം നയിക്കുന്നവൻ്റെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ചു. അങ്ങനെ അന്തേരി 1 മണിക്കൂർ കൊണ്ട് ഒഴിപ്പിച്ചു. പിന്നെ ലാലേട്ടൻ പോലും ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ചത്. അത് ലാലേട്ടൻ, ഇതെന്റെ പപ്പ. ബടായി ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് അവിടെ പപ്പയാന്ന് വരെ പറയും. ഒന്നും വിശ്വസിക്കരുത്. ചിലപ്പോ സ്പൈഡർമാൻ, സൂപ്പർമാൻ ഒക്കെ കള്ളക്കഥകളാ. അത് ശരിയാ.
അവിടെ ഒരു പപ്പയും കുറെ കഥകളും. സാറാ, രണ്ട് ബോംബ് വരുമോ? Walther PPQ, Swiss made. You want to try? Bye, Dad. He was a joker. And all you watchdogs, you and all the doggies, this month it's gonna be 3 more to the ground. Heaven or hell? I don't know. And you know something? I can't leave her to bleed like this. You wanna come and watch me finish it? Come over. Let's have a little fun. It's not like what you think. Hey, you sons of... You have no bloody idea where I am. And you will never find me. You know why? Because you idiots, I am everywhere. I'm all around you. I am exactly where you want me to be. Bloody hell, I don't think so. ഈ മാസം 3 എണ്ണത്തിന് തട്ടുവെന്നല്ലേ അവസാനത്തെ കോളിൽ സാമുവലിനോട് പറയുന്നത്? ഒരെണ്ണം ഓക്കെ, ഇനിയും 2 ചാൻസ് ഉണ്ട്. അങ്ങേര് തട്ടിപ്പോയതുകൊണ്ട് അവൻ ടാർഗറ്റ് ഇതായിരിക്കൂ, അതോ എവിടെയെങ്കിലും 2 എണ്ണത്തിന് തട്ടിയിട്ടുണ്ടാവൂ? ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചിരിക്കും. കാത്തിരിക്കല്ലേ, ഈ മാസം ഇനി ദിവസങ്ങളുണ്ടല്ലോ. ഏതായാലും അവൻ നല്ലൊരു കവിയാണ്, പാട്ടും പാടി ഓരോന്നിനെ തട്ടുന്നു. അവനെ തേടി പോകേണ്ട കാര്യമില്ല. സാറിന് കഴിവുണ്ടെങ്കിൽ അവൻ സാറിനെ തേടിയെത്തും.
ജോസ്, യെസ് സർ. ആ ഗ്ലൗസിന്റെ റിപ്പോർട്ട് വന്നായിരുന്നോ? ഇല്ല സർ. വൈ? ഫോറൻസിക്കിന് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സർ. കേസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും ഇപ്പൊ എന്റെ ടേബിളിൽ Yes, sir. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ശരി. സർ. അവൻ ഏകദേശം 15 തവണ ഫോണിൽ സാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സിം എടുത്ത ഐഡികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എല്ലാം എത്തിയത് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരിലാണ്. ആദ്യത്തെ 2 കൊലപാതകങ്ങൾ നടന്നത് ഇടുക്കി ജില്ലയിൽ, മൂന്നാമത്തേത് എറണാകുളത്തും. സാമുവൽ സാറാണ് ഇതിന് പിന്നിലെ സീരിയൽ കില്ലറുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. DNA റിപ്പോർട്ട്സിനൊന്നും കൺസിസ്റ്റൻസി ഇല്ല. ബോഡി ഹെയർസ്, ബൈറ്റ് മാർക്സ് പലയിടത്തും പല തരത്തിലാണ്. സാധാരണ സീരിയൽ കില്ലർമാരെ പോലെ കില്ലിങ്ങിൽ ഒരു പ്രത്യേക മാതൃക ഫോളോ ചെയ്യുന്ന ആളല്ല. മയക്കുമരുന്ന് കുത്തിവെച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകങ്ങൾ. ചില കുട്ടികൾ ദിവസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം മറഞ്ഞിരിക്കാൻ അവനൊരിടം കാണും. തീർച്ചയായും മറഞ്ഞിരിക്കുന്നവൻ മാന്യനാകും. ബോഡികൾ വായിലൂടെ ബാൻഡിട്ട് മൂക്കിൽ നോസ് ക്യാപ്പുകൾ ഫിറ്റ് ചെയ്ത് ക്ലൗണിനെ പോലെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഹി കോൾസ് ഹിംസെൽഫ് ആസ് ജോക്കർ. Yes, I'm the Joker. എന്താ ഇതൊക്കെ? നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ ദൈവം കാത്തതാ മിഷേലെ. അവള് മാത്രമല്ല, നീ ഇത് കണ്ടോ? കൂട്ടിന് നമ്മളില്ലാത്തപ്പോ ഇനി അവളെ ആരും എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സുഖ, മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് ഭാഗ്യം. ഇപ്പൊ അവളൊന്നും പറയുന്നില്ല മിഷേലെ. അവളുടെ ഇഷ്ടങ്ങളൊന്നും പറയുന്നില്ല. ആരാ നമ്മുടെ മോളെ? കണ്ടുപിടിക്കണം. ആരായാലും കണ്ടുപിടിക്കണം. Kill him. അർബുദം ബാധിച്ച കരിച്ചോ മുറിച്ചോ കളയണം. ശരീരത്തിലായാലും സമൂഹത്തിലായാലും. Kill him. കൊന്നുകളഞ്ഞേക്ക്.
ആ ദേവിച്ചേ, ജോണി ഇന്നത്തെ ലേറ്റ്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയതാന്ന്. അവന്മാർ തപ്പുന്നുണ്ടെന്നാ പറയുന്നത്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ആ സെക്യൂരിറ്റി കള്ളൻ നാരായണൻ പുറത്തു പോയ സമയത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കള്ളം കയറുന്നു. അപ്പച്ചനും അമ്മച്ചയും തനിച്ചേ ഉള്ളെന്നറിയാവുന്ന ഏതോ ഒരുത്തനാ ഈ പണി പറ്റിച്ച്. ജോണി എന്ന് എവിടെയായിരുന്നു? ഞാനത് അറിഞ്ഞിട്ടല്ലയോ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അമ്മച്ചിയുടെ ഒരു മാലയും 25,000 രൂപയും പോയിട്ടുണ്ട്. അല്ല, അത് മാത്രമേ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ. ജോണിയുടെ പെങ്ങടെ മക്കളിപ്പോൾ വരാറില്ലേ? ഇച്ചായനെന്തോ ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ. അവന്മാരൊക്കെ അങ്ങ് ബാംഗ്ലൂരില്ല. നന്നായെന്നൊക്കെ ആനി പറയുന്നത്. അവന്മാർ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. അല്ല, ഇച്ചായനെന്തോ ഒരു സംശയം പോലെ. അല്ല, ജോണി ആ സമയത്ത് എവിടെ പോയെന്നാ പറഞ്ഞേ? താണ്ട് കിടക്കുന്നു. എൻ്റെ ഇച്ചായൻ്റെ ചോദ്യം കേട്ടാ തോന്നും എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ തന്നെ കയറി മോട്ടിച്ചാന്ന്. അതേ, ഞാനപ്പോൾ എവിടെയായിരുന്നു സമയമാകുമ്പോൾ ഇച്ചായനോട് പറയാം. കേട്ടോ? എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞാൻ ചായ കുടിക്കാൻ മാറിയിട്ടുണ്ടാവും. അല്ല സാറേ, ഇവിടുന്ന് വല്ലതും പോയോ? നീ പോലീസിനോട് പറഞ്ഞതല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ ഈ മുതലാളിമാർക്ക് കുറച്ച് നാളായി പാവപ്പെട്ട സെക്യൂരിറ്റിക്കാരെ കണ്ട ഒരുതരം ചൊറിച്ചില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നില്ല സാറേ. വല്യ പ്രകാശം എൻ്റെ അളിയല സാറേ. ഒരു ദിവസം ഇവിടെ എല്ലാം കാണാൻ വന്നതാ. ഇവിടത്തെ ക്യാമറ കേടാണെന്ന് അറിഞ്ഞപ്പോ പ്ലാൻ ചെയ്തതാ. ഇനി എന്നെ തല്ലല്ലേ സാറേ. മൂത്തവളുടെ കെട്ട ഫെബ്രുവരിയിൽ പറ്റിപ്പോയതാ. ഇവിടുത്തെ അമ്മച്ചിയുടെ ഒരു മാല 25,000 രൂപയും കിട്ടി. എല്ലാം തിരിച്ചു കൊടുത്തോളാം സാറേ. ജോണി സാറ് ഫ്ലാറ്റിൽ നിന്ന് കൈ കിട്ടിയതൊക്കെ എടുത്ത് ഓടി വരുമ്പോൾ മുഖംമൂടി വെച്ച ഒരാളെ കണ്ടു. ജോക്കറിന്റെ മുഖംമൂടി. അയാൾ ലിഫ്റ്റിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എന്നെ നോക്കി. അയാൾ നോക്കിയെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നോടി. എനിക്ക് അത്ര അറിയില്ല സാറേ. You know who it is? Yeah, this raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. Never wanna be plain, just mess with. If you want it, then you feel it, just die. Count money in my checks, in my checklist. Pull the trigger, reload and slide. I'ma die as a soldier, but I never ever take over. Skin red and my thick skull sober. But my heart will remain just colder, so I'll stamp. എൻ്റെ അമ്മോ, മുഴുവൻ എല്ലാണല്ലോ. സർ, സിറ്റിയിലെ ബാലപീഡന കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളതോ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒന്നാമൻ ഫ്രാങ്കോ, ട്യൂഷൻ ടീച്ചറാണ്. പഠിക്കാൻ വന്ന 3 കുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇപ്പം നാട്ടിലുണ്ട്. നന്നാവാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ ചിന്തിക്കുമ്പോൾ അതൊന്നും തെറ്റായി തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ മനുഷ്യരാണോ തീരുമാനിക്കുക തെറ്റും ശരി? അമ്മച്ചി അപ്പച്ചനും വളർത്തിയ ദോഷം കൊണ്ടൊന്നുമല്ല. പഠിക്കുമ്പോൾ ഒന്നാമനായിരുന്നു, പഠിപ്പിക്കുമ്പോഴും. ഇപ്പോൾ എന്താ പരിപാടി? ട്യൂഷൻ സെൻറ്റർ പൂട്ടി. നിങ്ങളീ പറയുന്ന പരിപാടിയിൽ ഞാനില്ല.
പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ നീ നന്നായിട്ടില്ല. ഞാനൊന്നും ഓക്കെയാണ് സാറേ. പിന്നെ നിങ്ങളുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ പ്രശ്നം 2 കൊല്ല പ്രകൃതി വിരുദ്ധനെന്നും പറഞ്ഞ് അകത്തിട്ടത്. കുട്ടികളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. നായും നരനും നരിയും ഒക്കെ ഉണ്ടായത് ഒരു കണികയിൽ നിന്ന്. അതുകൊണ്ട് ഇതിൽ വലിയ പ്രകൃതി വിരുദ്ധതയൊന്നുമില്ല സാറേ. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചിട്ടുള്ളത്. പീഡോഫിലിക്സ് അട്രാക്റ്റ് ആവുന്നത് കുട്ടികളുടെ സ്കിൻ ടെക്സ്ചർ, അവരുടെ മണം. നമുക്കതൊന്നുമില്ല. ചെറിയൊരു ആത്മസുഖം, അത്രേ ഉള്ളൂ. അല്ല, സാറുമാനപ്പൻ എന്താ ചെയ്യാ? കോട്ട് സൂട്ടൊക്കെ ആണല്ലോ. ഇവനാര് ജെയിംസ് കൊണ്ടാ? ഇമ്മാരിച്ചു കൊടുത്ത് ഈ സാധനം അടങ്ങുന്ന ഇവന്മാരെ സമ്മതിക്കണം. AC ഉണ്ട്, AC, കാർ AC, വീട് AC, പണിസ്ഥലം AC. ഇവന്മാർക്കൊക്കെ എന്തോന്ന് ചൂട്. ആൻ്റെ ഇല്ലേ? എന്താണാവോ? എന്താ കാര്യം? ആൻ്റെ ഒന്ന് കൊണ്ടുപോകണം. കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. നടന്നു തന്നെ. നിങ്ങളെ കൊണ്ടുവരാൻ ഒരാൾ വന്നേക്കണം. എന്താ സാറേ കാര്യം? പണിക്കാണോ അതോ പണിയാനാണോ? ആൻഡോ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. എൻ്റെ കൂടെ ഒന്ന് വരുമോ? ഒരാളെ പറ്റി അറിയാനാ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ പറ്റി. ആൻഡോയുടെ ഗ്യാങ്ങിലോ ആൻഡോയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും ഗ്യാങ്ങിലോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം അതാണല്ലേ കാര്യം. ഒരു ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ വേറെ ക്രിമിനലിൻ്റെ അടുത്ത് ഒരുമാതിരി പോലീസ് ലൈൻ ഒറ്റ കൊടുക്കണ പാരമ്പര്യമൊന്നും ആൻഡോയ്ക്കില്ല. പോലീസുകാർ ചോദിച്ചാൽ പോലും ആൻഡോ ഒന്നും പറയാറില്ല. അത് പോലീസുകാർ ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കാഞ്ഞിട്ടാ. ഈ കോട്ടൊക്കെ കണ്ടതിൻ്റെ പേരിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ സാറേന്ന് വിളിക്കും. സാറ് കയറ്, സ്ഥലം വിട്. ആൻഡോയ്ക്ക് ഡ്രൈവിംഗ് അറിയോ? So let's lift off, break this, can we all take this? I'ma be the savior of the rulers, got so reckless, so reckless. തനക്കെന്നെ അറിയില്ല. താൻ എന്താ കരുതിയ എന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവാന്നാ? 24 കേസേ ആൻഡോന്റെ പേര് പഴംപൊഴി കൊണ്ടല്ല. തനക്കെന്നെ ശരിക്കും അറിയില്ല. മുഖംമൂടിയും വേഷം കെട്ടലും കുട്ടികളെ കാണുമ്പോൾ വികാരം വരുന്ന കുരിപ്പുകളൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. കച്ചേരിപ്പടിയിൽ ഒരു അസ്യസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോണ പിള്ളേരെ തുണി പൊക്കി കാണിക്കുന്ന പറപ്പ്. ഏതോ പീഡന കേസിൽ പെട്ട് അവ 1 വർഷമായിട്ട് അകത്താ. ആദ്യമായിട്ട് ഒരുത്തൻ ഇമ്മാരി പണി എൻ്റെ ദേഹത്ത് തരണേ മറക്കില്ല സാറേ. എൻ്റെ മറവി നിന്നെ രക്ഷിക്കട്ടെ. എൻ്റെ കൈക്ക് നല്ല രാശിയാ, ശീലമായിക്കോളും. ഒന്ന് അറിഞ്ഞു വയ്ക്കണം നല്ലതാ. ആൻഡോ എങ്ങനെയാണെന്നും പണികൾ എങ്ങനെയായിരിക്കുന്നു എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. Pump your brakes when you feel this greatness. Feel this greatness. Pump your brakes when you feel this greatness. Feel this greatness. പെൺകുഞ്ഞുങ്ങൾക്ക് ഉപ്പാനോടാണ് സ്നേഹക്കുള്ളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് എന്നെ പേടിയായിരുന്നു. അവളുടെ ഒരാവശ്യവും എന്നോട് പറയാറില്ല. അവളില്ലാണ്ടായപ്പോഴാണ് ഇവളെന്നോട് പറയണത്. ഒരുപാട് പറയാനുണ്ടായിരുന്നു എൻ്റെ മോൾക്കെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ?
നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഡേവിഡിന് ഇതുമായി എന്താ ബന്ധം? പറഞ്ഞല്ലോ, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാ. പത്രത്താളുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ കുട്ടികളെക്കുറിച്ചൊരു ഫീച്ചർ ചെയ്യണമെന്നുണ്ട്. ലോകം നശിക്കാൻ പോകുന്നത് അക്രമകാരികളെ കൊണ്ടല്ല, അക്രമം കണ്ടു നിൽക്കുന്നവരെ കൊണ്ടാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? വസീം, നിങ്ങളൊരു ബിൽഡറല്ലേ? ആരയാള്? എന്താ അയാള് ചോദിക്കുന്നേ? നിങ്ങളെന്തിനെല്ലാം പറയാൻ നിൽക്കുന്നേ? ഞാൻ അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഡേവിഡ് നൈനാൻ, ഹീസ് എ ബിൽഡർ. ഈ സിറ്റിയിലെ ഉദയവും അസ്തമയവും ഡേവിഡിന്റെ മണ്ണിലാണ്. സിഗരറ്റ് വാങ്ങാൻ സെക്യൂരിറ്റി പുറത്തുവിട്ട സമയത്താണ് CCTVയുടെ ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആയത്. അയാളാണെങ്കിൽ സിഗരറ്റ് വിളിക്കുന്ന ആളുമല്ല. നിങ്ങൾ സിഗരറ്റ് വാങ്ങാനായി നാരായണ വിടുന്നവരെ CCTV ക്യാമറ കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ കണക്ഷനും ഇല്ല, ഹാർഡ് ഡിസ്കും ഇല്ല. ഫ്ലാറ്റിൽ ചെന്നപ്പോൾ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. എന്താ? പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. അന്ന് അയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിരുന്നു. ഒന്നുകിൽ റോബറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചതാകും. പിന്നീടുണ്ടായ എന്തോ കാരണത്താൽ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തിരിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം അയാൾ DCP ഓഫീസിൽ വെച്ച് കണ്ടിരുന്നു. അവിടെ റൈറ്ററുടെ ക്യാബിനിൽ. അയാളെന്തിനാ വന്ന്? പോസ്കോ കേസുകളെക്കുറിച്ചും അത് അന്വേഷിച്ചിരുന്ന സാമുവൽ സാറിന്റെ മരണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും വിവരാവകാശ നിയമപ്രകാരം അയാൾ വാങ്ങിയിട്ടുണ്ട്. അയാൾക്ക് സുന്ദരിയായൊരു കുട്ടിയുണ്ടല്ലേ? ആരാ? ആൻഡ്രൂസ്, പോലീസിലെ CBCID. എന്താ നാരായണന്റെ മുഖത്ത്? ഓ, അതൊന്ന് വീണതാ സാറേ. ആരുടെയോ കൈ വീണ പോലുണ്ടല്ലോ. ഡേവിഡ്, ടെൽ മീ സാറ, ശരിക്കും എന്താ സംഭവിച്ചേ? ടെൽ മീ, ഡിഡ് യു സീ ഹിം? ഞാൻ തന്നോടാ ചോദിക്കുന്നത്. ഹായ് മിഷേൽ, ഞാൻ ആൻഡ്രൂസ്, പോലീസ്. സാറയോടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. സാറാ, നീ റൂമിലേക്ക് പോ. സാർ എവിടെയും പോവില്ല, അവിടെ ഇരിക്കും. സാർ, ഐ ആം ടോക്കിംഗ് ടു യു. നിങ്ങൾ ഇവിടുന്ന് പോണം. സാർ അയാളെ കണ്ടോ? ദേ, പറഞ്ഞില്ലേ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോണ്ടി വരും. അപ്പച്ചാ, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് സാറ് പോവും. എന്താ ഇത്? ആൻഡ്രൂ സീപ്പൻ, ക്രൈം ബ്രാഞ്ച്. സാറാ, അകത്തു പോ. വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നു. മിസ്റ്റർ കേണൽ നൈനാൻ ഫ്രാൻസിസ്. മിസ്റ്റർ നൈനാൻ, എനിക്ക് സാറെ ചോദ്യം ചെയ്യണം. തൻ്റെ മകനോട് കുട്ടിയും കുട്ടി നാളെ രാവിലെ എൻ്റെ ഓഫീസിലെത്താൻ പറയണം. നന്നായി നിന്നാ ഞാനും നല്ലതാ. നാളെ വന്നാൽ മതിയായിരുന്നു. നേരത്തെ വന്നാ ശീലം. എല്ലായിടത്തും നേരത്തെ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അരുതാത്ത ചില സംഭവിക്കില്ലായിരുന്നു. വെരി സാറ്.
വന്നിട്ടില്ല, വരില്ല. ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ട്. എൻ്റെ മോൾക്ക് അവിടെ അപ്പനുണ്ട്. ചായക്ക് നല്ല ചൂട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തണുക്കും. ലുക്ക് നോക്കി അളക്കാൻ നിൽക്കണ്ട. ഐ എം എ കോപ്പ്. യെസ്, കോപ്പാണ്. നാട്ടിലെ നാറുകളെല്ലാം പണിയാൻ തനിക്കാരാ ലൈസൻസ് തന്നത്? അതോ കരടിയുടെയും സിംഹത്തിൻ്റെയും ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ച പഴയ നിയമത്തിലെ കിങ് ഡേവിഡാണെന്ന് സ്വയം തോന്നുന്നുണ്ടോ? കരടിക്കായാലും സിംഹത്തിനായാലും പ്രകൃതിക്കൊരു നിയമമുണ്ട്. അത് മനസ്സിലാക്കാതെ മനുഷ്യനാമം പേറി നടക്കുന്ന ഒരുപാട് ജന്തുക്കളുണ്ട് ഇവിടെ. അവിടെ നിയമം നടപ്പാക്കാൻ, നീതി നടപ്പാക്കാൻ ഡേവിഡിനൊരു രാജപട്ടം വേണമെന്നുണ്ടെങ്കിൽ അത് അർഹതയായി കരുതിക്കോളൂ. വിളിച്ചോളൂ, കിങ് ഡേവിഡ്. ഐ എം നോട്ട് ഡൺ, ഡേവിഡ്. But I am.